നമ്മുടെ സ്വർണ്ണ കപ്പിപ്പോൾ എവിടെയാണോ എന്തോ ദിലീപ് ദേവസ്യ കപ്പ് തേടി പോയിട്ടുണ്ട്. ദിലീപ് ദേവസ്യ കപ്പിനടുത്ത് എത്തിയോ? സ്വർണ്ണക്കപ്പ് കൊണ്ടുവരികയാണ്. ആ സ്വർണ്ണക്കപ്പിനൊപ്പം പോയത് ദിലീപ് ദേവസ്യാണ്. ദിലീപ് ദേവസ്യ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കപ്പിതാ എത്താറായി. ഞാൻ കപ്പിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. 117 പവൻ സ്വർണത്തിൽ പൊതിഞ്ഞ കപ്പ് ഇപ്പോൾ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് വലിയ ആഘോഷത്തോടൊപ്പം തന്നെയാണ് കപ്പിന് സ്വീകരണം നൽകുന്നത്. ആ പെട്ടിയിൽ കാണുന്നത് സ്വർണ്ണക്കപ്പ്, തനി തങ്കത്തിലുള്ള 117 പവന്റെ സ്വർണ്ണക്കപ്പ്. കഴിഞ്ഞ 1987 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആ കപ്പ് അല്പസമയത്തിനകത്ത് ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ മുന്നിലേക്ക് വെക്കുന്നതാണ്. ഘോഷയാത്രയായിട്ടായിരിക്കും ഈ കപ്പ് അല്പസമയത്തിനകം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുക. കലോത്സവത്തിന്റെ കപ്പിത എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കപ്പിന് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തിയാണ് കപ്പിനെ സ്വീകരിക്കുന്നത്. ഈ കപ്പ് ഏത് ജില്ലയിലേക്ക് പോകും എന്ന തർക്കമാണ് നേരത്തെ രഞ്ജിത്തും സുനിഷയും നടത്തിക്കൊണ്ടിരുന്നത്. വി എസ് രഞ്ജിത്ത്, കപ്പിത എത്തിച്ചിരിക്കുന്നു. കപ്പിന് മേൽ പുഷ്പവൃഷ്ടിയും പൂമാല ചാർത്തലും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, കപ്പിൽ പൂമാല ചേർത്താനൊക്കെ തിരുവനന്തപുരത്ത് ഒരു യോഗമുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഏതായാലും ഈ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടില്ല എന്നാണ് നേരത്തെ സുജയ പറഞ്ഞത്. കുട്ടികൾ നല്ല പെർഫോം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാം. നമുക്ക് 2 മൈക്കൊന്ന് കൊടുത്താലോ? ദേശഭക്തി ഗാനമാണ്. ജന്മഭാരതം കർമ്മഭാരതം കർമ്മഭാരതം പുണ്യഭാരതം ഐക്യഭാരതം എൻ്റെ ഭാരതം ലല്ലല്ല തിരകളെഴുതിയ വീരഭാരത കർമ്മകാവ്യമിത ഉളകമണിയും വിശ്വസുന്ദര ദേശഗീതീത ഹോ 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 ലല്ലല്ല ഹോ 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 തകർപ്പൻ. അപ്പൊ എന്നാണ് ദേശഭക്തി ഗാനം? നാളെ 11 കളറാക്കാനല്ലേ തീരുമാനം? അതെ. ഒരു ടെൻഷനൊക്കെ ഉണ്ടോ സ്റ്റേജ് കലോത്സവം ആയതുകൊണ്ട്? കുറച്ചുണ്ടല്ലേ? എന്താ തോന്നുന്നത്? നേരത്തെ കലോത്സവത്തിന് വന്നവരാണോ? ടെൻഷൻ, അഭിമാനം. എല്ലാരും പുതിയതായിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേ, പ്രത്യേകിച്ച് കോഴിക്കോട്ട് നിന്നാണല്ലോ വരുന്നത്, അപ്പൊ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ചില പ്ലാനുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. വടകരയിൽ നിന്ന് എന്തൊക്കെ പ്ലാൻ ഇട്ട് കഴിഞ്ഞാലും അതൊക്കെ തകർക്കാനായി നമ്മുടെ പട്ടത്തെ കുട്ടികൾ തയ്യാറാണ്.